തിരുവചനത്തിൽ ആദ്യം സ്തോത്രം ഉറവവാതിൽ, അത് കഴിഞ്ഞിട്ടാണ് നീർവാതിൽ കടന്നു വന്നാട്ടെ. ആദ്യം ഉറവവാതിൽ, പിന്നെയാണ് നീർവാതിൽ. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആ സീരീസ് വീണ്ടും തുടരുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം ചിലരെടുക്കുന്നേ ഉള്ളൂ. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം സ്തോത്രം അതെ 26-ാം വാക്യം. പലരും സ്ലോ ആണ്, കാരണം മുഴുവൻ തിയോളജിയാണ്. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. ദേവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനരികെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു. റിയലി ദേവാലയദാസന്മാർ, മീനിങ് ദൈവദാസന്മാർ പാർത്തത് ഇന്റർനെറ്റിലല്ല, ലൈബ്രറിയിലല്ല, ഗൂഗിളിലല്ല, ചന്തയിലല്ല, പട്ടണവാതിക്കലല്ല. ദേവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിന് അരികെയുള്ള സ്ഥലം മുതൽ. നീർവാതിൽ, അതാണ് നാം കേൾക്കുന്നത്. നീർവാതിൽ, വാട്ടർ ഗേറ്റ്. കരങ്ങളെ ഉയർത്തി, വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്, ശബ്ദം ഉയർത്തി പറഞ്ഞാട്. പ്രിയ കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. ഒരിക്കൽ കൂടെ പ്രിയ കർത്താവേ, ഇന്ന് പകൽ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. നാം കേൾക്കുന്നതായ ദൈവിക ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: നീർവാതിൽ, വാട്ടർ ഗേറ്റ്. വാട്ടർ ഗേറ്റ്. അമേരിക്കൻ ഐക്യനാടിൽ വാട്ടർ ഗേറ്റ് വളരെ സ്തോത്രം പ്രസിദ്ധമാണ്. വാട്ടർ ഗേറ്റ് സംഭവം എത്ര പേർ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? സ്റ്റാൻലിംഗിൽ ഉൾപ്പെടെയുള്ളവർ വാട്ടർ ഗേറ്റ് സ്തോത്രം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലർ കേട്ടിട്ടുണ്ട്. റിച്ചാർഡ് നിക്സൺ എന്ന അമേരിക്കൻ പ്രസിഡന്റ് രാജിവെച്ച് ഒഴിയേണ്ടതായ ഒരു വല്ലാത്ത സംഭവമായിരുന്നു വാട്ടർ ഗേറ്റ്. എന്നാൽ ഞാനിന്ന് പകൽ പറയുന്നതായ വാട്ടർ ഗേറ്റുമായി സ്തോത്രം റിച്ചാർഡ് നിക്സൺ എന്നല്ല, അമേരിക്കക്കാർക്ക് അല്പം പോലും ബന്ധമില്ല. അക്കാലത്ത്, ഇക്കാലത്ത് ഓഫ് കോഴ്സ് ലക്ഷക്കണക്കിന് അവർ ദൈവമക്കളുണ്ട്, അവർക്കായി സ്തോത്രം. പക്ഷേ റിച്ചാർഡ് നിക്സന്റെ വാട്ടർ ഗേറ്റ് അല്ല ഞാൻ പറയുന്നത്. പകരം സ്തോത്രം നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നതായ വാട്ടർ ഗേറ്റ്, നീർവാതിൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നീർവാതിൽ. ഉറവവാതിലിന് തൊട്ടടുത്ത് സ്തോത്രം തിരുവചനം പറയുന്നു നീർവാതിൽ. താങ്ക് ഗോഡ് ഫോർ ദ ഗേറ്റ്സ് അറൗണ്ട് ജെറുസലേം. യെരുശലേമിന് ചുറ്റുമുള്ളതായ മതിലുകൾക്കും ആ വാതിലുകൾക്കുമായി സ്തോത്രം. നിങ്ങൾക്ക് ചുറ്റും ഒരു മതിലുണ്ട്, നിങ്ങൾക്ക് ചുറ്റും വാതിലുണ്ട്. നിങ്ങളുടെ അധരത്തിന് വാതിലുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തിന് വാതിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിക്ക് വാതിലുണ്ട്. നിങ്ങൾക്ക് സ്തോത്രം അതെ കടക്കുവാൻ, നിങ്ങൾക്ക് നടക്കുവാൻ ദൈവം വച്ചിട്ടുള്ള ഒരു പരിധിയുണ്ട്. കാരണം നിങ്ങൾ നാട്ടുകാരെ പോലെ ല്ല, രക്ഷിക്കപ്പെടാത്തവരെ പോലെയല്ല. ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ജാതികളെ പോലെയല്ല ജീവിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നിങ്ങളുടെ ലൈഫ് വ്യത്യസ്തമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നാൽ പോലും അത് വ്യത്യസ്തമാണ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ കല്യാണം നടന്നാൽ നാട്ടുകാരെ പോലെയല്ല നടക്കുന്നത്. അവിടെ നിറവരിയും സ്തോത്രം അന്യാരാധനയും കാണത്തില്ല. അവിടെ ദൈവവചനം ആരാധനയും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ നാട്ടുകാരെ കണ്ടല്ല പഠിക്കുന്നത്, പകരം നിങ്ങളെ കണ്ടാണ് നാട്ടുകാർ പഠിക്കുന്നത്. Come on, talk to me. Oh, come on. Hallelujah. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാത്രങ്ങളാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടുന്നവരാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വാച്ച് ടവറാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ലൈറ്റ് ഹൗസ് ആണ്. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവരുടെ മന്ത്രം നിങ്ങളെ തൊടുകയില്ല. അവരുടെ പൈശാചിക ശക്തികൾ നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയുമില്ല. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. അതുകൊണ്ടാണ് ഹാമാന്റെ ഭാര്യ പറഞ്ഞത്, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കയില്ല. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങൾ വിശ്വാസിയെങ്കിൽ അവർ നിങ്ങളെ ജയിക്കത്തില്ല. Come on.
നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെങ്കിൽ, ആധാർ കാർഡിലും പാസ്പോർട്ടിലും റേഷൻ കാർഡിലുമല്ല, പകരം ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ പിതാവിന്റെ പുത്രയുടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു വിശ്വാസിയാണ്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ജയം നിങ്ങൾക്കുള്ളതാണ്. There is a vast difference between BC and AD. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞാൻ ചരിത്രം മാത്രമല്ല പറയുന്നത്, ഞാൻ നിന്റെ ലൈഫാണ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിന് വരുന്നതിന് മുൻപും നിങ്ങൾ ക്രിസ്തുവിന് വന്നതിനു ശേഷം തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് പരാജയമാണ്, ക്രിസ്തുവിൽ വന്നാൽ നിങ്ങൾക്ക് ജയമാണ്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് ശിക്ഷയാണ്, ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ രക്ഷയാണ്. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് താഴ്ചയാണ്. എന്നാൽ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് ഈ താഴ്ചയല്ല. Come on, talk to me. ഉയർച്ച, ഉയർച്ച, ഉയർച്ച തന്നെ അണ്ടർലൈൻ ചെയ്യും. ഉയർച്ച തന്നെ പ്രാപിക്കും. Hallelujah. Oh, I sense the presence of God. Yes. ക്രിസ്തുവിൽ വരുന്നതിന് മുൻപ് സാത്താൻ നിന്നെ കെട്ടും. എന്നാൽ ക്രിസ്തുവിൽ വന്നതിന് ശേഷം നിന്നെ കണ്ടാൽ സാത്താൻ ഓടും. ക്രിസ്തുവിൽ നീ വരുന്നതിന് മുൻപ് മന്ത്രവാദം എന്ന് കേട്ടാൽ നീ ഭയപ്പെടും. എന്നാൽ ക്രിസ്തുവിൽ വന്നതിന് ശേഷം നീ നിന്റെ വിരലുകൾ ചൂണ്ടി മന്ത്രവാദ പുരയിലേക്ക് പ്രാർത്ഥിച്ചാൽ മന്ത്രവാദിയുടെ പണി നഷ്ടപ്പെടും. അവന്റെ ദുർഭൂതം അറബിക്കടലിലേക്ക് പാർപ്പ് മാറ്റും. അതെ, നിങ്ങൾക്ക് ചുറ്റുമൊരു വേലിയുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമൊരു മതിലുണ്ട്. അതിന് സ്തോത്രം വാതിലുകളുമുണ്ട്. നെഹെമ്യാവിന്റെ കാലത്ത് 10 വാതിലുകളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 10 അത് ഓർഡറിന്റെ, അതൊരു അച്ചടക്കത്തിന്റെ സംഖ്യയാണ്. ഒന്നാമത് ആട്ടുവാതിൽ. ആട്ടുവാതിൽ പറയുന്നത് യേശു കർത്താവാകുന്ന കുഞ്ഞാട് കൽവരി ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആരോ യേശുവിനെ കൊന്നില്ല, പകരം കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവനെ നിങ്ങൾ ആരാധിക്കണം. ആട്ടുവാതിലൂടെയാണ് ആരാധനയ്ക്ക് വേണ്ടി ആൾക്കാരും സ്തോത്രം ആടുമാടുകളും അക്കാലത്ത് വരുന്നത്. നെഹെമ്യാവ് അന്ന് ഒന്നാമതായി അവൻ കാര്യം ക്രമീകരിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയാണ്. ജീവിതം സക്സസ് ആകാൻ, ലൈഫ് അനുഗ്രഹിക്കപ്പെടുവാൻ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് മാറ്റുക എന്നതല്ല, സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നല്ല, സ്തോത്രം ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുകയും ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് തിരുത്തുകയുമല്ല. നിങ്ങൾക്ക് കിട്ടിയില്ല. സ്തോത്രം ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അതേ ആരാധിക്കുക എന്നുള്ളതാണ്. ലൈഫ് തുടങ്ങേണ്ടത് ബെഡ് കോഫി കൊണ്ടും ന്യൂസ് വായിച്ചിട്ടുമല്ല, ജീവിതം തുടങ്ങേണ്ടത് ആരാധിച്ചിട്ടാണ്. കേൾക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. രണ്ടാമത് മീൻ വാതിൽ, ഫിഷ് ഗേറ്റ്. രക്ഷിക്കപ്പെട്ട സകല ദൈവത്തിന്റെ ജനം നിങ്ങൾ പ്രാപിച്ചതായ രക്ഷയെ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടത് ആവശ്യം. അതിനർത്ഥം 2025 DL മൂടി പോലെ, ബില്ലി ഗ്രഹാമിനെ പോലെ, സ്തോത്രം റൈനാട് ബോങ്കയെ പോലെ ദൈവകൃപയാൽ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഒരു വ്യക്തിയോടായിരിക്കാം സുവിശേഷം പറയുന്നത്. ചില മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ 1,00,000 പേരോടായിരിക്കാം ഒരുപക്ഷെ സുവിശേഷം പറവാൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിപ്പാൻ കഴിയുന്നത്. കാര്യം അല്പത്തിൽ വിശ്വസ്തരെയാണ് ദൈവം, കമാൻ പറഞ്ഞാട്ടെ, അല്പത്തിൽ വിശ്വസ്തരെയാണ് ദൈവം അധികത്തിൽ വിചാരകർ ആക്കി തീർക്കുന്നത്. മൂന്നാമത് ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ. പഴയ വാതിൽ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും, എത്ര തലമുറകൾ കഴിഞ്ഞാലും, എത്ര പ്രായമായാലും, സ്തോത്രം ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത പ്രിൻസിപ്പിളുകളുണ്ട്. ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറുന്നില്ല. കുടുംബ പ്രാർത്ഥന എന്ന സിസ്റ്റം ഒരിക്കലും മാറാൻ പാടില്ല. വേർപാടെന്ന് പറയുന്നത് ഒരിക്കലും മാറാൻ പാടില്ല. ഉപദേശം എന്ന് പറയുന്നത് ഒരിക്കലും മാറാൻ പാടില്ല. വിശുദ്ധ ജീവിതം എന്നതിന് വെള്ളം ചേർക്കാൻ കഴിയത്തില്ല. ഓ കം ഓൺ, ടോക്ക് ടു മീ. ഹല്ലേലൂയ. കാരണം ദൈവസഭ കുത്തുവിട്ടതായ അതേ പുസ്തകമല്ല, അത് കെട്ടി അടച്ച തോട്ടമാണ് ഓൾഡ് ഗേറ്റ്. പഴമക്കാർ പ്രാക്ടീസ് ചെയ്ത, അപ്പച്ചന്മാർ അമ്മച്ചിമാർ പ്രാക്ടീസ് ചെയ്തതായ ആത്മീയ സത്യത്തിൽ തന്നെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. സന്തോഷമുള്ള കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചേ.
അതേ, നാലാമത്തെ ഗേറ്റായി, നാലാമത്തെ വാതിലായി നിങ്ങൾക്ക് കാണുന്നത് താഴ്വര വാതിലാണ്. നിങ്ങൾ എത്ര വിളിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു താഴ്വരയുണ്ട്. നിങ്ങൾ എത്ര വലിയ അഭിഷേകം ചുമന്നാലും, എത്ര ഉന്നതമായ ദർശനം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്കൊരു താഴ്വരയുണ്ട്. താഴ്വര താഴ്മയെ കുറിക്കുന്നു. താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുന്നു. ആത്മീയ നിഗളങ്ങളെ മാറ്റിവെച്ച് അതേ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മ അഭിനയിക്കാനല്ല, താഴ്മ അനുഭവിപ്പാൻ ഒരിക്കൽ കൂടെ ദൈവജനത്തെ ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. താഴ്വര വാതിൽ പറയുന്നത് താഴ്വരയിലാണ് ദൈവം നിന്നെ പഠിപ്പിക്കുന്നത്. പലത് ദൈവം നിന്നെ പഠിപ്പിക്കുന്നത് സ്തോത്രം സെമിനാറിലുമല്ല, പകരം ദൈവം നിന്നെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ താഴ്വരയിലാണ്. ആരെങ്കിലും വെളിപ്പാടിൽ എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ പ്രാപിച്ചുവെങ്കിൽ അത് ജീവിതത്തിൻ്റെ താഴ്വരകളാണ്. ജീവിതത്തിൻ്റെ താഴ്വരകൾക്കായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് സ്തോത്രം. പിന്നത്തേതിൽ നമ്മൾ കേട്ടു വളരെ ബ്യൂട്ടിഫുള്ളായ ഡങ്കേറ്റ്. സ്തോത്രം, കുപ്പവാതിൽ. ആവശ്യമില്ലാത്തതിനെ എടുത്ത് എറിഞ്ഞു കളയുന്നതാണ് അനുഗ്രഹം. ആവശ്യമില്ലാത്തതിനെ മാറ്റി നിർത്തുന്നതാണ് അനുഗ്രഹം. സ്തോത്രം. തിരുവനന്തപുരം പട്ടണത്തിന് കോർപ്പറേഷൻ ഒരു വേസ്റ്റ് ബോക്സ് ഉള്ളതുപോലെ ആ വേസ്റ്റ് ബോക്സിൽ കിടക്കുന്നതിനെ വീട്ടിൽ കൊണ്ടുവരല്, ചർച്ചിൽ കൊണ്ടുവരല്. സ്തോത്രം. വാരി കൂട്ടുന്നതല്ല അനുഗ്രഹം, പലതിനെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് അനുഗ്രഹം. ഇറ്റ്സ് ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ക്ലെൻസിങ്. നിന്റെ ജീവിതത്തിൻ്റെ സ്തോത്രം ക്ലെൻസിങ്ങിനെ കാണിക്കുന്നു, വിശുദ്ധിയെ കാണിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കയാൽ. പറഞ്ഞാട്ടെ, നിങ്ങളും വിശുദ്ധരായിരിപ്പൻ. ഞായറാഴ്ചയല്ല, പരസ്യത്തിലല്ല, രഹസ്യത്തിൽ അഗ്നി ജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തിന്റെ മുൻപിൽ ഇൻ ജീസസ് നെയിം വിശുദ്ധിയിൽ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഡങ്കേറ്റ്. സ്തോത്രം. അതെ, കുപ്പവാതിൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുകയുണ്ടായി. സ്തോത്രം. ഫൗണ്ടൻ ഗേറ്റ്. അതെ, സ്തോത്രം. നീർവാതിൽ. സ്തോത്രം. ഉറവവാതിൽ. സ്തോത്രം. അതെ, ഉറവവാതിൽ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അറിയാനാ പറഞ്ഞേ. സ്തോത്രം. അതെ, ഉറവവാതിൽ. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉറവവാതിൽ, നീർവാതിൽ അടുത്തടുത്ത് കാണുന്ന. ഒരിക്കൽ കൂടെ, ഉറവവാതിൽ, നീർവാതിൽ. സ്തോത്രം. ആദ്യം ഉറവവാതിൽ, തൊട്ടടുത്ത് നീർവാതിൽ. ട്വിൻ ബ്രദേഴ്സിനെ പോലെ, രണ്ട് ഇരട്ട സഹോദരന്മാരെ പോലെ. ഇരട്ട സഹോദരന്മാരെ കണ്ടിട്ടുള്ള ഒരു കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇരട്ട സഹോദരിമാരെ കണ്ടിട്ടുള്ള ഒരു കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. യെസ്, മേരി സിസ്റ്ററിൻ്റെയും മാത്യുവിൻ്റെയും ഇരട്ട കുട്ടികളെ നമ്മൾ അടുത്ത മാസങ്ങളിൽ പ്രതിഷ്ഠിപ്പാൻ പോകുകയാണ്. 17 വർഷമോ മറ്റോ കാത്തിരുന്നിട്ട് ദൈവം കൊടുത്തപ്പോൾ അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന അളവിൽ ഇരട്ട കുട്ടികളെയാണ് നൽകിയത്. ഇരട്ട കുട്ടികൾ വളർത്തിയ മാതാപിതാക്കളോട് ചോദിച്ചു എന്നൊക്കെ അവർ പറയാം, അവരെ കരയുമ്പോൾ മിക്കവാറും ഒരുമിച്ചാണ് കരയുന്നത്, അവർ ഒരുമിച്ചാണ് വളരുന്നത്. ഒരേ ക്രമത്തിലുള്ള ഫുഡ് രണ്ടുപേർക്കും സ്തോത്രം വേണം. മിക്കവാറും ടേസ്റ്റ് ഒന്ന് തന്നെയായിരിക്കും. അസുഖം വന്നാലോ മിക്കവാറും ഒരുമിച്ചാണ് വരുന്നത്. എല്ലാറ്റിലും ഒരു ടുഗദർനെസ് കാണുവാൻ കഴിയും. എക്സാക്ട്ലി. സ്തോത്രം. ഉറവവാതിലും നീർവാതിലും ഒരു ടുഗദർനെസ് ഉണ്ടെന്ന് പറയട്ടെ. സ്തോത്രം. ഒരു ടുഗദർനെസ് മിക്കവാറും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഉറവവാതിലും നീർവാതിലും. പുതിയ നിയമവിശ്വാസിയെ, നിന്റെ രണ്ട് കൈകൾ പോലെ, നിന്റെ രണ്ട് കണ്ണുകൾ പോലെ, നിന്റെ രണ്ട് ചെവികൾ പോലെ, നിന്റെ രണ്ട് കാലുകൾ പോലെ, നിന്റെ രണ്ട് കിഡ്നികൾ പോലെ, സ്തോത്രം, ലൈഫിന്റെ അവസാന ശ്വാസം വരെയും സ്തോത്രം നിന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് ഉറവവാതിലും നീർവാതിലും. ഉറവവാതിൽ അത് ഒഴുക്ക് വെള്ളത്തെ കാണിക്കുന്നു. നീർവാതിൽ അത് സ്റ്റിൽ വാട്ടർ, ഒഴുകാത്ത വെള്ളത്തെ കാണിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഉറവവാതിൽ അത് ഒഴുക്ക് വെള്ളത്തെ കാണിക്കുന്നു. സ്തോത്രം. നീർവാതിൽ അത് സ്റ്റിൽ വാട്ടർ, ഒഴുകാത്ത ഒരു തടാകത്തെ കാണിക്കുന്നു. രണ്ടിനും വലിയ ആത്മീയാർത്ഥമുണ്ട്. ശ്രദ്ധിക്കുക. കണ്ണു തുറന്ന് കേക്ക്, കണ്ണു തുറന്ന് കേക്ക്, കണ്ണ് തുറന്ന് കേക്ക്. സ്തോത്രം. ഉറവവാതിൽ, ഒഴുക്ക് വെള്ളം. സ്തോത്രം. ഉറവവാതിൽ അത് കാണിക്കുന്നത് സ്തോത്രം അതെ പരിശുദ്ധ ആത്മാവിനെയാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുക. ഒരിക്കൽ കൂടെ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് പറഞ്ഞാട്ടെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജലത്തിന്റെ നദികൾ ഒഴുക. നിങ്ങളെല്ലാവരും പറഞ്ഞില്ല, ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജലത്തിൻ്റെ നദികൾ
ഒഴുകം. സോ ഒഴുക്ക് വെള്ളം സ്തോത്രം പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഒഴുക്ക് വെള്ളം പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. കുപ്പവാതിൽ നിന്ന് ഒരുവൻ കടന്നു വരുമ്പോൾ അവന്റെ കാലിലും അവന്റെ കയ്യിലും ദേഹത്തിനും അഴുക്ക് പറ്റുവാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്ക സ്തോത്രം. എന്നാൽ ഉറവയിലല്ല അതെ അഴുക്കിടാൻ ദൈവം പറഞ്ഞത്, ഒഴുക്കിൽ ഇറങ്ങി നിന്ന് കഴുകിക്കളകാനാ പറഞ്ഞത്. Hallelujah. It's a very, very important statement. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. സ്തോത്രം. ഉറവയിൽ അഴുക്കുണ്ടെങ്കിൽ തീർന്നു, ദേശം മുഴുവൻ മലിനമായി. ദൈവദാസനെ നീ ഒരു ഉറവയാണ്, മറന്നു പോകല്ലേ. ദൈവദാസിയെ നീ ഒരു ഉറവയാണ്, മറന്നു പോകല്ലേ. ഒരു പക്ഷേ 10 ആയിരിക്കാം, 50 ആയിരിക്കാം, 500 ആയിരിക്കാം, 5000 ആയിരിക്കാം ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ ആത്മാക്കൾ. നീ മലിനപ്പെട്ടാൽ നിന്റെ കൂടെ നിൽക്കുന്നവരും നിന്റെ ചുറ്റും നിൽക്കുന്നവരും മലിനപ്പെട്. നീ ഒരു സൺഡേ സ്കൂളിലെ അധ്യാപകനായിരിക്കാം, അധ്യാപികയായിരിക്കാം, നീ ഒരു യൂത്ത് ലീഡർ ആയിരിക്കാം, നീ ഒരു വർഷിപ്പ് ലീഡർ ആയിരിക്കാം. ദൈവം ഏത് സ്ഥാനത്താണോ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്, ഉറവയാകുന്നതായ നീ മാലിന്യപ്പെട്ടാൽ നിന്റെ ചുറ്റും നിൽക്കുന്നവരും മലിനപ്പെടുകയാണ്. നേരെ മറിച്ച് ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിച്ചാൽ അവരും പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ചാൽ അവരും പ്രാർത്ഥിക്കും, നീ സ്തുതിച്ചാൽ അവരും സ്തുതിക്കും, നീ സുവിശേഷം പറഞ്ഞാൽ അവരും മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ സ്തോത്രം പഠിക്കും. നീ യേശുവിൻ്റെ നാമത്തെ സാക്ഷ്യത്തിലൂടെ ഉയർത്തിയാൽ അവരും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായി തീരും. നിനക്കെന്തോ ഉണ്ടോ അതാണ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് ഉറവകൾ ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ഉറവയിൽ നിറഞ്ഞു കവിയുന്ന വെള്ളം സ്തോത്രം അത് ഒഴുകുകയാണ്. സോ ഫ്ലോയിങ് വാട്ടർ, ഒഴുക്ക് വെള്ളം അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഒഴുക്ക് വെള്ളം അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ സ്തോത്രം ഉറവവാതിൽ നിന്ന് തൊട്ടടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് വാട്ടർ ഗേറ്റ്, സ്തോത്രം നീർവാതിൽ സ്റ്റിൽ വാട്ടർ കാണിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. കേട്ടവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. സ്റ്റിൽ വാട്ടർ ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. ഒഴുക്ക് വെള്ളം പരിശുദ്ധാത്മാവിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സ്റ്റിൽ വാട്ടർ ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വചനമാണ് ഇന്നത്തെ വിഷയം. പറഞ്ഞാട്ടെ, വചനമാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. നിങ്ങൾ വളരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തസത്ത ദൈവത്തിൻ്റെ വചനമായിരിക്കണം. വചനത്തിൻ്റെ തത്തുല്യമായി മറ്റൊന്നുമില്ല. വചനത്തിൽ നിൽക്കുന്ന ദൈവദാസനെ തഴക്കത്തുള്ളൂ, വചനത്തിൽ നിൽക്കുന്ന സഭ മാത്രമേ തഴക്കത്തുള്ളൂ. സ്തോത്രം. വചനം അലമാരയിലല്ല, വചനം മേശപ്പുറത്തല്ല, വചനം ഡൗൺലോഡ് ചെയ്ത് ഫോണിലല്ല, വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, വചനം നിന്റെ അധരത്തിലും ഉണ്ടായിരിക്കണം. Come on, ശബ്ദം ഉയർത്തി ജനം ദൈവത്തെ സ്തുതിച്ച്. Hallelujah. So 2 വാതിലുകൾ അടുത്തടുത്താണ്. ഒന്ന് ഉറവ വാതിൽ, മറ്റൊന്ന് നീർവാതിൽ. ഈ 2 കാര്യങ്ങൾ, അതായത് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും. മറക്കല്ല, ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും. ഈ 2 പാരാമീറ്റർ ഇല്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾ ചുമക്കണമെങ്കിൽ, നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ ആത്മീയ ജീവിതം വളരണമെങ്കിൽ, നിങ്ങളുടെ ദർശനം ഉള്ളവരായി തീരുവാൻ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങളെ പ്രാപിപ്പാൻ, നിങ്ങൾ അന്യഭാഷ പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിപ്പാൻ, നിങ്ങൾ കൈവച്ച് രോഗികളെ സൗഖ്യമാക്കാൻ, ആത്മാക്കളെ നേടാൻ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള പാത്രമായി തീരുവാൻ, കർത്താവിന്റെ കൃപയാൽ ക്രിസ്തുവിന്റെ തലയോളം നിങ്ങൾ വളരുവാൻ, നിങ്ങൾക്ക് വചനവും പരിശുദ്ധാത്മാവും ഒരുപോലെ പ്രാധാന്യമാണ്. Hallelujah. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ചരിഞ്ഞ മേൽക്കൂരയല്ല നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ദേവാലയത്തിൽ നിങ്ങൾ കടന്നു ചെന്നാൽ സ്തോത്രം, അതേ നല്ല ക്രമീകരിക്കപ്പെട്ട തെറ്റില്ലാത്ത നല്ലൊരു മേൽക്കൂരയാണ് ദേവാലയത്തിൽ കാണുവാൻ കഴിയുന്നത്. കാരണം അവിടെ 2 തൂണുകളുണ്ട്. ആ 2 തൂണുകളും ഒരേ അളവിൽ ഒരേ ഹൈറ്റിലാണ് ശലോമോൻ ക്രമീകരിച്ചിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ 2 സ്തംഭങ്ങൾ അഥവാ 2 പില്ലറുകൾ, 2 തൂണുകൾ അവിടെ കാണുവാൻ കഴിയും. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതിക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭത്തിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യാഖീൻ.
ശബ്ദം ഉയർത്തി പറഞ്ഞേ, ബോബസ്. രണ്ടാൺകുട്ടികളെ ദൈവം നിങ്ങൾക്ക് നൽകുന്നെങ്കിൽ സ്തോത്രം, യങ് കപ്പിൾ, ആ കുട്ടികൾക്ക് പേരിട്. ഒന്നിന് യാക്കീൻ, മറ്റൊന്ന് സ്തോത്രം ബോബസ്. അതെ, പ്രതീക്ഷിക്കാതെ മൂന്നാമത് ഒരു കുഞ്ഞും കൂടെ ജനിക്കുന്നെങ്കിൽ അതേ അവൾക്ക് പേരിട് ഗ്ലോറി. പറയാം സ്തോത്രം. കാരണം രണ്ട് സ്തംഭങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയുന്നത്. ഒന്ന് ദൈവത്തിന്റെ വചനമാകുന്ന യാക്കീൻ, മറ്റൊന്ന് ബോവസ്, ദൈവത്തിന്റെ സ്ട്രെങ്ത് ആകുന്നതായ സ്തോത്രം. അതെ, ബോവസ്. യാക്കീനിലൂടെയും ബോവസിലൂടെയും മാത്രമേ നിങ്ങൾക്ക് ഗ്ലോറിയിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. മനസ്സിലായവർക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ, യാക്കീനിലൂടെ, അതെ ബോവസിന്റെ മധ്യത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. വചനവും പരിശുദ്ധാത്മാവും ഉള്ളവന് മാത്രമേ ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം ചുമക്കാൻ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഉള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു എത്ര പെർസെൻറ്റേജ് ദൈവത്തിന്റെ വചനം 75-ഉം സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് 25 ആണോ? ദൈവത്തിന്റെ വചനം 90%-ഉം ദൈവത്തിന്റെ ആത്മാവ് 10%-ഉമാണോ? നോ, ആബ്സല്യൂട്ട്ലി നോട്ട്. കാരണം സഭ അംഗവൈകല്യം അല്ല. ചിലയിടത്ത് ചെല്ലുമ്പോൾ വചനമുണ്ട്, ആത്മാവില്ല. വേറെ ചിലയിടത്ത് ചെല്ലുമ്പോൾ തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ, വചനമില്ല. രണ്ടും തെറ്റ്, രണ്ടും തെറ്റ്. അംഗവൈകല്യം ഇല്ലാത്ത ആത്മീയ ജീവിതം നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ, ഒരാൾ മാത്രം ആമേൻ പറഞ്ഞു. അംഗവൈകല്യമില്ലാത്ത ആത്മീയ ജീവിതം നിനക്ക് ഉണ്ടാകുവാൻ 50% ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ 50% ദൈവത്തിന്റെ ആത്മാവിൽ പ്രാധാന്യം നൽകിയാട്ടെ. ഒരു കാലിന് നീളം കുറവുള്ളവനാണെങ്കിൽ അവൻ ത്രികോണേ 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 എന്ന് പറഞ്ഞല്ലേ നടന്നു വരുന്നത്? അങ്ങനെയല്ല നീ നടക്കേണ്ടത്. കണ്ണു തുറന്ന് കേൾക്ക് സ്തോത്രം. വൈകല്യമില്ലാത്ത ഒരു ആത്മീയ ശുശ്രൂഷ, വൈകല്യമില്ലാത്ത ആത്മീയ ജീവിതം നിനക്ക് ഉണ്ടാകുവാൻ കൃത്യമായി ദൈവവചനത്തിനും ദൈവത്തിന്റെ ആത്മാവിനും ദൈവത്തിന്റെ വചനത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ്, തുല്യ പ്രാധാന്യം നൽകിയാട്ടെ. കാരണം വചനമെന്ന് പറയുന്നവന് ദൈവമാണ്, ആത്മാവെന്ന് പറയുന്നവനും ദൈവമാണ്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. വചനമെന്ന് പറയുന്നവൻ ദൈവമാണ്, ആത്മാവെന്ന് പറയുന്നവനും ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 19:13 ഞാൻ ആ വാക്യം വീണ്ടും പറയും. അവന്റെ പേര് ദൈവവചനം. യേശു കർത്താവിന്റെ സ്വർഗത്തിലെ പേരാണ് ദൈവവചനം. രണ്ടുപേരെ തൊട്ട് പറ, യേശുവാണ് വചനം. മോത്തോക്കി പറ. കള്ളന്മാരും കള്ളികളും മോത്തോക്കി പറ, യേശുവാണ് ദൈവവചനം. പറഞ്ഞേ, യേശുവാണ് ദൈവവചനം, യേശുവാണ് ദൈവവചനം. യോഹന്നാൻ 4:24, 2 കൊരിന്ത്യർ 3:17. അതേ, ദൈവം ആത്മാവ് ആകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവം ആത്മാവ് ആകുന്നു. സോ രണ്ടും ദൈവമാണ്. ദൈവീകമെന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തെ പോലെ എന്നല്ല പറഞ്ഞത്, അത് വേണമെന്നല്ല പറഞ്ഞത്, അത് രണ്ടും ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ദൈവത്തെ ഇഷ്ടപ്പെടുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ദൈവത്തെ ആദരിക്കുന്നവർ നല്ലൊരു മലയാളത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്, അങ്ങനെയാണെങ്കിൽ സ്തോത്രം. അതെ, ദൈവത്തിന്റെ വചനമാണ്. അതെ, സ്തോത്രം. അതെ, ദൈവത്തിന്റെ വചനമാണ് യേശു, ദൈവത്തിന്റെ ആത്മാവാണ് ദൈവം. സോ നോക്കണമേ, ദൈവം തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം. രണ്ടിനും തുല്യ പ്രാധാന്യമാണ് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ നൽകേണ്ടത്. സോ ഈ അധ്യായം നിങ്ങൾ പഠിച്ചു വരുമ്പോൾ വാട്ടർ ഗേറ്റ് റിപ്പയർ ചെയ്തു എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയത്തില്ല. ദേ നെവർ റിപ്പയർഡ് വാട്ടർ ഗേറ്റ്. മലയാളത്തിൽ അവർ വാട്ടർ ഗേറ്റ്, നീർവാതിൽ അവർ പണിതു. അത് പൊളിഞ്ഞു കിടന്നത് അതിനെ അവർ പണിതു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ബാക്കിയുള്ള എല്ലാ വാതിലുകളും അവർ പണിതു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് ആട്ടുവാതിലാകട്ടെ, അത് മീൻവാതിലാകട്ടെ, അത് പഴയ വാതിലാണോ, താഴ്വര വാതിലാണോ, കുപ്പവാതിലാണോ, അത് സ്തോത്രം ഉറവവാതിലാണോ, അതെല്ലാം അവർ പണിതു. പക്ഷേ സഹോദരി സഹോദരന്മാരെ, ഈ പെന്തക്കോസ്ത് സൺഡേയിൽ ആവേശത്തോടെ അത്യന്തം ആവേശത്തോടെ ഞാൻ പറയട്ടെ, അതെ, എന്നാൽ നീർവാതിൽ പണിയേണ്ട അവസ്ഥ ഉണ്ടായില്ല. എന്തുകൊണ്ടാ ബ്രദർ നീർവാതിൽ പണിയാത്തത്? അത് പൊളിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അത് പൊളിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. നീർവാതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തെ പൊളിക്കുവാൻ, വചനമുള്ളവനെ പൊളിക്കാൻ, ഒരിക്കൽ കൂടെ വചനത്തെ പൊളിക്കാൻ, വചനമുള്ളവനെ പൊളിക്കാൻ, സ്തോത്രം, ശത്രുവിനെ പൊളിക്കും. 1
നിന്റെ ജീവിതത്തിൽ വചനമുണ്ടെങ്കിൽ, നിന്റെ കമ്പ്യൂട്ടറിൽ പല വേർഷൻ ഉണ്ടെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, നിന്റെ ഫോണിൽ പല ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ലൊരു ബൈബിൾ പ്രോഗ്രാം ജോയ്സമ്മ മേടിച്ചു തന്നു, സാജന് ജോയ്സമ്മയും കൂടെ. സ്തോത്രം. ലോഗോസ് നിങ്ങൾ എല്ലാവരും മേടിക്കണം. $1555 മാത്രമേ അതിന് വിലയുള്ളൂ. സ്തോത്രം. ദയവായി മേടിച്ചു ആട്ടെ. 80ഓളം വേർഷനാണ് അതിലുള്ളത്. പക്ഷെ നിന്റെ കമ്പ്യൂട്ടറിൽ എത്രയുണ്ട്, നിന്റെ ഫോണിൽ എത്രയുണ്ട്, ഇതല്ല ചോദിക്കുന്നത്. പകരം നിന്റെ ജീവിതത്തിൽ എത്രത്തോളം വചനമുണ്ട്. നീ സൺഡേ സ്കൂളിലായിരിക്കും കുട്ടി, നീ യൂത്ത് മീറ്റിംഗിലായിരിക്കും, പക്ഷേ how much the percentage of the word of God, ദൈവവചനം എത്രത്തോളം നിന്റെ ജീവിതത്തിലുണ്ട്. നീ 42 വർഷമായിട്ട് പെന്തിക്കോസിലായിരിക്കാം, പക്ഷെ എത്രത്തോളം വചനം നിന്റെ ഉള്ളിലുണ്ട്. എന്തൊരു ശാന്തത, എന്തൊരു ശാന്തത. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് ആവേശം കൂടുന്നത്. നിനക്ക് ആ ബ്രദറേയും ഈ ബ്രദറേയും ആ പാസ്റ്ററേയും മറ്റേ പാസ്റ്ററേയും നിന്റെ ഫോണിൽ നന്നായിട്ട് അറിയാം. അതാണ് നിന്റെ കുഴപ്പം. നിനക്ക് ദൈവത്തെ നിനക്ക് അറിയത്തില്ല. എത്രത്തോളം വചനം നിന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. എത്രത്തോളം വചനത്തിൽ നീ ജീവിക്കുന്ന, വചനത്തിലുണ്ടെങ്കിൽ നീ വരളുന്നവനല്ല, പകരം നീ വരളാത്ത, അതേ വറ്റാത്ത തോട്ടം പോലെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീർവാതിൽ അവർക്ക് പൊട്ടിക്കുവാൻ കഴിഞ്ഞില്ല. വചനമുള്ള കുടുംബം തകർന്നു പോകത്തില്ല. വചനമുള്ളതായി വ്യക്തി ചിതറത്തില്ല. വചനമുള്ള ചർച്ച്, സ്തോത്രം, ഒരിക്കലും വരളുന്നതായിരിക്കത്തില്ല, അത് തഴയ്ക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചർച്ചിന് ആവശ്യം മാൻ പവറോ മണി പവറോ അല്ല. ഒരിക്കൽ കൂടെ ചർച്ചിന് ആവശ്യം മാൻ പവറോ മണി പവറോ അല്ല. ദൈവസഭ പണിയുന്നത് വചനത്തിന്റെ വെളിപ്പാടിലാണ്. ക്രൈസ്റ്റ് സെന്റർ കയറി വന്നാട്ടെ. ലോർഡ് ബിൽഡ് us. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരയിലേക്ക് ഇറങ്ങിച്ചെന്ന് സകല ദുർഭൂത ശക്തികളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹ കോട്ടകൾ നിറഞ്ഞിരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ ക്യാമ്പസിൽ ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടല്ല, പകരം ലയൺ ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിലെ സിംഹമായി അവൻ അലറുന്നവനായി അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവ് യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ വിളിച്ച്, ആരും കേൾക്കണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾ വേറെ ആരോടും പറയല്ലേ എന്ന് രഹസ്യത്തിൽ അടച്ചിട്ട റൂമിലല്ല കർത്താവ് പറഞ്ഞത്. കേൾക്കുന്നവൻ മുഴുവൻ കേൾക്കണം, സകല പാതാള ഗോപുരങ്ങളും കേൾക്കണം, ദുർഭൂതങ്ങൾ നടുങ്ങണം. യേശു പറഞ്ഞു, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കും. ആത്മമണ്ഡലത്തെ നോക്കി ഇന്ന് പകലും ആ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറ, എന്റെ ദൈവം പ്രവർത്തിക്കും. ഈ ജൂൺ മാസത്തിൽ എന്റെ ദൈവം പ്രവർത്തിക്കും. 2025 ജൂൺ എനിക്കൊരു ഗോൾഡൻ ഇറയാണ്. എന്റെ ദൈവം പ്രവർത്തിക്കും. 3 പേരെ തൊട്ട് പ്രവചിച്ചു പറഞ്ഞു, ആരും തടുക്കത്തില്ല, ആരും തടുക്കത്തില്ല. ദൈവം ഈ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ബിസിയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. ഒരിക്കൽ കൂടെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വചനം നിനക്കുണ്ടോ സഹോദരനെ? വചനം നിനക്കുണ്ടോ ദൈവദാസനെ? വചനം നിന്റെ ജീവിതത്തിലുണ്ടോ സഹോദരിയെ മാതാവേ? നിന്റെ നീർവാതിൽ പൊട്ടിക്കുവാൻ ആർക്കും കഴിയത്തില്ല. യെസ്, യെസ്. നീർവാതിൽ ആരും പൊളിച്ചില്ല. നീർവാതിൽ പണിയേണ്ട ഗതികേടുണ്ടായില്ല. സ്തോത്രം. ബാക്കി എല്ലാ വാതിലുകളും പകർന്നു കിടക്കുമ്പോ നീർവാതിൽ മാത്രം തല ഉയർത്തി നിൽക്കുന്ന, നീർവാതിലിന്റെ പറവാൻ ഒരു സാക്ഷ്യമുണ്ട്. എനിക്ക് നേരെ അസീറിയൻ രാജാക്കന്മാർ വന്നു. ഒരിക്കൽ കൂടെ, ഐ സെൻസ് ദാറ്റ് ഐ എം പ്രീച്ചിങ്. എനിക്ക് നേരെ അസീറിയൻ രാജാക്കന്മാർ കടന്നു വന്നു. എനിക്ക് നേരെ ബാബിലോൺ രാജാക്കന്മാർ കടന്നു വന്നു. ഏറ്റവും വലിയ സൈന്യമുള്ള അതേ നെബൂഖദ്നേസർ എനിക്ക് നേരെ മാർച്ച് ചെയ്തു വന്നു. എന്നാൽ അസീറിയൻ രാജാക്കന്മാർക്ക് എന്നെ കാണാൻ പറ്റി, പക്ഷെ എന്നെ പൊളിക്കാൻ പറ്റിയില്ല. ബാബിലോണിയ രാജാക്കന്മാർക്ക് എന്നെ കാണാൻ പറ്റി. നെബൂഖദ്നേസറിനും അവന്റെ സൈന്യത്തിന്
എന്നെ കാണാൻ പറ്റി, പക്ഷെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് എനിക്കും അവനും മധ്യത്തിൽ തീ മതിലായി. എന്റെ ദൈവം തീ മതിലായി ഇറങ്ങിയിരുന്നത് കൊണ്ട് അവൻ എന്നെ പൊളിക്കാൻ പറ്റിയില്ല. ഈ നല്ല ഞായറാഴ്ച പ്രവചനാത്മാവിൽ prophetic angel with apostolic authority വളരെ താഴ്മയോടെ അതേസമയത്ത് വളരെ കൃപയോടെ അനുഗ്രഹമായി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പുതപ്പ് പോലെ ഇന്ന് പകലത് എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ വ്യക്തികളുടെ മേലും ഇറങ്ങി വരട്ടെ. നിന്നെ പൊളിക്കുവാൻ ഒന്നിനും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. വചനമുള്ള നിന്നെ, വചനം ചുമക്കുന്ന നിന്നെ, വചനം പറയുന്ന നിന്നെ, വചനത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കരങ്ങളെ അടിച്ചാർപ്പട്ടെ. ജിസനെ വചനം പാടുന്നവർ വന്നിട്ടുണ്ടോ? വചനം പറയുന്നവർ വന്നിട്ടുണ്ടോ? തുല്യ പ്രാധാന്യമാണ്. വചനം പാടുന്നവർ നല്ലൊരു ആമേൻ പറയാട്ടെ, വചനം പറയുന്നവർ നല്ലൊരു ആമേൻ പറയട്ടെ. സ്തോത്രം. വേദപുസ്തകം പറയുന്ന യെശയ്യാ 40:8 വായിക്കുമ്പോൾ, 1 പത്രോസ് 1:24-25 വായിക്കുമ്പോൾ, യെശയ്യാ 40:8, 1 പത്രോസ് 2:24-25, 1 പത്രോസ് 1:24-25 രണ്ട് വാക്യം ഒരുപോലെ പറയുന്നു. പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്ന. പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അർത്ഥം നിന്നെ പൊളിക്കുവാൻ, നിന്നെ പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഞാനിവിടെ തന്നെ കാണും. പറ, ഞാനിവിടെ തന്നെ കാണും. കാരണം ഞാനിവിടെ വളർന്നതല്ല, അവൻ എന്നെ നട്ടതാ. ഓ, ഇത് കഴിഞ്ഞിട്ട് വേണ്ട ഇത് കേട്ട് എനിക്കൊന്ന് ബലപ്പെടാൻ. ഞാനിവിടെ വളർന്നതല്ല, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ദൈവം എന്നെ നട്ടെന്ന് പറയുന്നവർ ഇന്ന് പകൽ പ്രസംഗം മറന്ന് അവന്റെ പ്രസൻസിനെ ഓർത്ത് ദൈവത്തെ ആരാധിച്ച് നീ വന്നു കയറിയതല്ല. നിന്നെ ആര് വിളിച്ചു കൊണ്ടുവന്നാലും ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ ഇവിടെ നട്ടതാണ്. പുല്ല് ഉണങ്ങും, പൂ വാടും, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഓ, റൈറ്റ് പീപ്പിൾ, ബ്ലെസ്ഡ് പീപ്പിൾ, come on, come on, come on. പുല്ല് ഉണങ്ങും, ഒരിക്കൽ കൂടെ, പുല്ല് ഉണങ്ങും, പൂവ് വാടും, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. വാട കോരുന്നവർ വരും, തകർക്കുന്നവർ വരും, വചനമില്ലാത്തവൻ പൊളിയും. ഈ വചനങ്ങളെ കേട്ട് പാറമേൽ വീട് പണിതവൻ ഈ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് അല്ല, ഈ അന്യഭാഷയല്ല, ഈ ബഹളമല്ല. ബൈബിൾ പറയുന്നത് ഈ വചനങ്ങളെ കേട്ട്. ഓ, കമാൺ, ആരെങ്കിലും ആമേൻ പറ. ഈ വചനം കേട്ട് ജീവിതം പണിയുന്നവൻ, സഭ പണിയുന്നവൻ. മഴ പെയ്യും, മഴ പോകും, പക്ഷെ ഞാൻ ഇവിടെ തന്നെ കാണും. പറ, ഞാൻ നിന്നെ കുറിച്ച് പറയുന്നേ. വെള്ളം പൊങ്ങും, പൊങ്ങിയ വെള്ളം ഇറങ്ങും, പക്ഷെ ഞാൻ ഇവിടെ തന്നെ കാണും. കാറ്റ് വരും, കാറ്റ് പോകും, പക്ഷെ എന്നെ പൊളിക്കുവാൻ പെരുങ്കാറ്റിനും കൊടുങ്കാറ്റിനും കഴിയത്തില്ല. ഓ, ഗ്ലോറി.
വചനം, വചനത്തിന്റെ ശക്തമായൊരു കൈമാറ്റം. ഓ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. വചനത്തിന്റെ ശക്തമായ ഒരു കൈമാറ്റം ഈ ഗിദെയോന്റെ സൈന്യത്തിന്റെ മേൽ. ഇന്ന് പകൽ കർത്താവ് വായിക്കുക. യേശു പറഞ്ഞു മത്തായി 24:35, മർക്കോസ് 13:31, ആകാശവും ഭൂമിയും മാറും, എങ്കിലും ആകാശവും ഭൂമിയും മാറും. ഇന്ന് കാണുന്ന ഈ ആകാശം താൽക്കാലികം, ഈ ഭൂമിയും താൽക്കാലികം. പക്ഷെ എറ്റേണലായി നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. റിയലി? അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ലല്ലേ? അതിന് പ്രശ്നമില്ലല്ലോ, ഒന്നുമില്ലല്ലേ? എന്നോട് ആരൊക്കെയോ ചോദിച്ചു നിനക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് മാത്രം ഇത് വരുന്നത്. സ്തോത്രം. ചാച്ചി, തിരുവനന്തപുരം ചാച്ചി, വേറുള്ളവനില്ലാത്തത് എൻ്റെ മേൽ തമ്പുരാൻ പകർന്നിട്ടുണ്ട്. ഉള്ള കരടിയും ഉള്ള സിംഹവും ഉള്ള മല്ലന്മാരും നിന്റെ നേരെ കയറി വരുന്നെങ്കിൽ നിന്റെ അപ്പനില്ലാത്തത്, നിന്റെ അണ്ണനില്ലാത്തത്, ശമൂവേലിന്റെ തൈലക്കൊമ്പിലൂടെ നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. എന്റെ നേരെ വന്ന വേറെ ഏതവന് വന്നെങ്കിൽ അവൻ പണ്ടേ സൂയിസൈഡ് ചെയ്തനെ, പൊളിഞ്ഞു പോയനെ, തകർന്നു പോയനെ, ശുശ്രൂഷന് പോയനെ. നീ നിന്നതല്ല, ദൈവവചനം നിന്നെ നിർത്തിയതാണ്. ഓ, മറ്റേത് യുദ്ധങ്ങളെക്കാൾ, മറ്റേത് പ്രസ്ഥാനങ്ങളെക്കാൾ, മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ, മറ്റേതൊരു ഐഡിയോളജിയേക്കാൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ പുസ്തകം വെല്ലുവിളികളുടെ പുസ്തകമാണ്. ഈ പുസ്തകം ഉണ്ടല്ലോ, മറ്റേത് യുദ്ധങ്ങളെക്കാൾ, ഏതോ സാമ്രാജ്യങ്ങളെക്കാൾ, ഏത് രാജാക്കന്മാരെക്കാൾ, ഏത് ഐഡിയോളജികളെക്കാൾ വെല്ലുവിളികളും പ്രശ്നങ്ങളും, സ്തോത്രം, അതേ കണ്ട പുസ്തകമാണ് ഈ പുസ്തകം. ഇന്ന് പകൽക്കാലം 2025 ജൂൺ മാസം 8-ാം തീയതി പറയും, ഈ പുസ്തകം പറയും, ഒത്തിരി തിരമാലകളെ, ഒത്തിരി കൊടുങ്കാറ്റുകളെ, ഒത്തിരി തീയെ, ഒത്തിരി വെള്ളത്തെ ഞാൻ തരണം ചെയ്തിട്ടാണ് നിന്റെ കയ്യിൽ ഞാൻ എത്തിയത്. AD 303 ഡയോക്ലീഷ്യൻ എന്ന പേരുള്ളതായ ഒരു റോമൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. ഡയോക്ലീഷ്യൻ AD 303 സ്തോത്രം റോമാപുരിയിൽ നിന്ന് ഈ പ്രകാരം ഒരു പ്രഖ്യാപനമുണ്ടാക്കി, ആരും വേദപുസ്തകം ഉപയോഗിക്കരുത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജീവനോടെ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തെ, ബൈബിളിനെ നിങ്ങൾ ചുട്ടുകളയണം. പൗലോസിന്റെ ലേഖനങ്ങൾ അപ്പോഴേക്കും എഴുതി കഴിഞ്ഞു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അപ്പോഴേക്കും എഴുതി കഴിഞ്ഞു. പേടിത്തൊണ്ടന്മാർ ഒത്തിരി എണ്ണം ബൈബിൾ ചുട്ടുകയാണ്. ഭയവും ഭീതിയുള്ളവൻ സ്തോത്ര ഗിലിയാദ് പർവ്വതത്തിലേക്ക് മടങ്ങിപ്പോട്ടെ. ഈ പ്രസ്ഥാനം പേടിക്കുന്നവനുള്ളതല്ല. സ്തോത്രം. ആ ഭയം പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ എത്രയും ഞെട്ടിയെങ്കിൽ ഭൂതം എത്ര അധികം ഞെട്ടിക്കാണ്. ഹല്ലേലൂയ. ഭയവും ഭീതിയുള്ളവൻ. ഒരു ദേവദാസനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഭൂതത്തെ ശാസിക്കാറില്ല, കാരണം ഭൂതത്തെ ശാസിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഭൂതത്തെ പോലെ നിൽക്കുകയാണ്. ഓ ഖമാൻ. അപ്പോൾ ഞാൻ അവനോട് എൻ്റെ ഉണ്ട കണ്ണ് മുഴപ്പിച്ച് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ നീയും ഭൂതവുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവുകയാണ് അല്ലയോ? ഖമാൻ. ചിലർ ഭൂതമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചിലർക്ക് അപവാദത്തെ പേടിയാണ്, ചിലർക്ക് മഞ്ഞപത്രത്തെ പേടിയാണ്, ചിലർക്ക് പ്രശ്നങ്ങളെ പേടിയാണ്. പക്ഷേ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവുള്ളവൻ ബാലസിംഹം പോലെ നിർഭയനായിരിക്കും. ഭയമുള്ളവൻ ഡയോക്ലേഷ്യസിന്റെ കൽപ്പന കേട്ട് വേദപുസ്തകം സ്തോത്രം ചുട്ടു. ഡയോക്ലേഷ്യസ് ആർത്തട്ടഹസിച്ച് AD 303 അവൻ പറഞ്ഞു, ഐ ആം സക്സസ്. സ്തോത്രം. വേദപുസ്തകം ബൈബിൾ ഭൂപരപ്പിൽ ഇല്ല. ഏറ്റവും വലിയ സാമ്രാജ്യമായ ഞങ്ങൾ വേദപുസ്തകത്തെ മുഴുവൻ സ്തോത്രം അതെ ചുട്ടുകളഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഡയോക്ലേഷ്യസ് തീർന്നു, പക്ഷെ ബൈബിൾ തീർന്നില്ല.
303 ആ കൽപ്പന വന്നത്. ചേർച്ച് ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ, സഭ ഏറ്റവും വലിയ പീഡയിലൂടെ പോകുമ്പോൾ, കേൾക്ക്, സഭയ്ക്ക് പുറത്തുള്ള പീഡ, സഭയ്ക്ക് പുറത്തു വരുന്ന സകല പീഡയും സഭയ്ക്ക് വെള്ളവും വളവുമാണ്. എവിടെയാണോ ചർച്ചിന് പീഡ വന്നത്, അവിടെയാണോ ചർച്ച് ഇന്ത്യയിൽ തഴച്ചത്. എവിടെയാണോ ചർച്ചിന് പീഡ വന്നത്, അവിടെയാണ് തഴച്ചത്. എൻ്റെ സൈഡിലും എൻ്റെ മുൻപിലുമായിരിക്കുന്ന ആരെങ്കിലും ആത്മാവിൽ തഴച്ചെങ്കിൽ അവർ അധികം പീഡയിലൂടെ വന്നവരാണ്. പീഡകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ തഴയ്ക്കുവാൻ പോകുകയാണ്. 303 ഡയോക്ലീഷ്യന്റെ കൽപ്പന വന്നപ്പോൾ സ്തോത്രം, ചർച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 10 വർഷം ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തിന്മയാകത്തില്ല, പ്രാർത്ഥന നിലത്ത് വീഴത്തില്ല. പ്രാർത്ഥന ഒരു മേഘം പോലെയാണ്. ഒരിക്കൽ കൂടെ, പ്രാർത്ഥന ഒരു മഴ മേഘം പോലെയാണ്. പ്രാർത്ഥനയുടെ മേഘം ഉയർന്നാൽ മറുപടിയുടെ മഴ നിന്റെ മേൽ പെയ്തിറങ്ങുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ മേഘം നിന്റെ ജീവിതത്തിൽ ഉയർന്നാൽ മറുപടിയുടെ മേഘം സ്തോത്രം പെയ്തിറങ്ങുക തന്നെ ചെയ്യും. ഡയോക്ലീഷ്യൻ മരിച്ചു. AD 312 ആയപ്പോൾ സ്തോത്രം, അതെ, AD 312 ആയപ്പോൾ മറ്റൊരു രാജാവ് സ്തോത്രം ആ സ്ഥാനത്തേക്ക് അതെ കടന്നു വരികയുണ്ടായി. ആ രാജാവിന്റെ മുൻപിൽ അതിഭയങ്കരമായ ഒരു സൈന്യം ഇതാ സ്തോത്രം ശക്തിയോടെ അവർക്ക് നേരെ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈൻ തന്റെ കൊട്ടാരത്തിന്റെ മട്ടിപ്പാവ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉലാവുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയം ഭാരത്താൽ നിറഞ്ഞിരിക്കുന്നു. തന്റെ മുഖം വെളുത്തിരിക്കുന്നു. അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സൈന്യം തനിക്കെതിരെ മാർച്ച് ചെയ്യുകയാണ്. എല്ലാവരും പറഞ്ഞു, അടുത്ത ദിവസങ്ങളിൽ അതേ ഈ കോൺസ്റ്റന്റൈന് നിന്റെ സിംഹാസനം നഷ്ടപ്പെടും, നിന്റെ രാജ്യവും നഷ്ടപ്പെടും. കോൺസ്റ്റന്റൈൻ വളരെ വ്യാകുലത്തിലായി ആ നീലാകാശത്തിലേക്ക് അവൻ തല ഉയർത്തി നോക്കി. അറിയാതെ ഇങ്ങനെ ചോദിച്ചു കാണും, സ്തോത്രം, ഒരു ദൈവമുണ്ടോ? വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? നെടുവീർപ്പ് എണ്ണുന്ന ഒരു ദൈവമുണ്ടോ? നിശബ്ദമായി ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ടോ? അനുഭവിച്ചാരേലും ഉണ്ടോ? സ്തോത്രം. കോൺസ്റ്റന്റൈൻ തന്റെ മുൻപിലെ ഏറ്റവും വലിയ വെല്ലുവിളിയുടെ നടുവിൽ അവൻ ആ നീലാകാശത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ഒരു സ്തോത്രം, അതേ ക്രൂശ് ആ നീലാകാശത്തിൽ കണ്ടു. ഞാൻ ആവർത്തിക്കുന്നു, ആകാശം നിറഞ്ഞ ഒരു ക്രൂശ് സ്തോത്രം, അതേ ആ നീലാകാശത്തിൽ അവൻ കണ്ടു. ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമല്ല, ഏതോ മൾട്ടി നാഷണൽ കമ്പനിയുടെ ലോഗോയല്ല. പാപക്ഷമയ്ക്ക് വേണ്ടി രക്ഷകൻ മരിച്ച, നിന്റെ ദുഃഖം ചുമന്ന് നിന്റെ ശാപം ഏറ്റെടുത്ത സാത്താന്റെ തലയെ തകർത്ത ക്രൂശ് ആകാശത്തിൽ നിറയപ്പെട്ടു. അതിൽ സ്തോത്രം ഒരു റോമൻ എഴുത്ത് താൻ കണ്ടു. ആകാശത്തിൽ ഒരു റോമൻ എഴുത്ത്, അത് ഇവണ്ണമായിരുന്നു: ഇൻ ഹോക് സിഗ്നോ വിൻസസ്. ഇൻ ഹോക് സിഗ്നോ വിൻസസ്. What do you mean by? അതിന്റെ അർത്ഥം എന്താണ്? ഇൻ ഹോക് സിഗ്നോ വിൻസസ്. അതിന്റെ അർത്ഥം ഇതാണ്: ഈ ചിഹ്നത്താൽ നീ ജയിക്കും. ഈ ചിഹ്നത്താൽ നീ ജയിക്കും. നിന്റെ കരുത്തിനാലല്ല, നിന്റെ സൈന്യത്താലല്ല, നിന്റെ പണത്തിനാലല്ല, നിന്റെ കുടുംബത്താലല്ല, ക്രൂശിനാൽ നീ ജയിക്കും. കോൺസ്റ്റന്റൈൻ തന്റെ രാജ്യപ്രമുഖന്മാരെ വിളിച്ചു വരുത്തി. ഹേ, എനിക്കൊരു ദർശനമുണ്ടായി. ആകാശം നിറഞ്ഞതായ ഒരു ക്രൂശ് എന്ന ചിഹ്നം, ഇതിന്റെ അർത്ഥം എന്താണ്? എന്നിട്ട് ഒരു ശബ്ദം ഞാൻ കേട്ടു, ഒരു എഴുത്ത് ഞാൻ കണ്ടു: ഇൻ ഹോക് സിഗ്നോ വിൻസൻസ്. സ്തോത്രം, അത് ഈ ചിഹ്നത്താൽ നീ ജയിക്കും. അവർ പറഞ്ഞു, അത് ക്രിസ്ത്യാനികളുടെ ചിഹ്നമാണ്. കാരണം ക്രിസ്ത്യാനികളുടെ അതേ ദൈവമാകുന്ന ചാമ്പ്യൻ ഓഫ് കാൽവരി അവൻ മരിച്ചത് ക്രൂശിലാണ്. എനിക്ക് ആ പദം പറയാൻ ഭയങ്കര ആവേശ. സ്തോത്രം, അതേ ചാമ്പ്യൻ മെസ്സി അല്ല, റൊണാൾഡോ അല്ല, ടെണ്ടുൽക്കർ അല്ല, കോഹ്ലി അല്ല, ധോണി അല്ല. ഓ ഹല്ലേലൂയ, ദ ചാമ്പ്യൻ ഓഫ് കാൽവരി. ദൈവ അത് ക്രിസ്ത്യാനികളെ ചിഹ്നമാണ് രാജാവേ. രാജാവ് പറഞ്ഞു, ഓക്കെ, നമ്മുടെ സൈന്യത്തിന്റെ കൊടികളുടെ ചിഹ്നത്തെ ക്രൂശിന് അടയാളമാക്കുവാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. കോൺസ്റ്റന്റൈന്റെ സ്തോത്രം സൈന്യത്തിന്റെ കൊടിയുടെ ചിഹ്നം മറ്റ് ദേവന്മാരുടെയും ദേവതകളുടെയും സ്ഥാനത്ത് നിന്ന് ക്രൂശിന്റെ ചിഹ്നമായി ആ സൈന്യം മുന്നിലേക്ക് മാർച്ച് ചെയ്തു. എന്നെക്കാൾ നന്നായി അറിയാവുന്ന ചരിത്രം അറിയാവുന്നവരുണ്ട്. അവരാ സ്തോത്രം യുദ്ധത്തിൽ ജയിച്ചു. ക്രൂശ് ചുമക്കുന്നവൻ ജയിക്കുക.
ക്രൂശിൽ മരിച്ചതായ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ ജയിക്കും. കോൺസ്റ്റന്റൈൻ ജയിച്ചു. പിന്നത്തേതിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, തൻ്റെ മരണത്തിന് മുൻപ് സ്തോത്രം കോൺസ്റ്റന്റൈൻ സ്നാനപ്പെട്ടു. റോമിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം കോൺസ്റ്റന്റൈൻ സ്നാനത്തിന് വേണ്ടി പണി കഴിപ്പിച്ചതായ നല്ല ബിൽഡിങ്. അദ്ദേഹം വിശ്വാസിയായി തീർന്നു. സ്തോത്രം. ചില കത്തോലിക്കർ, ചില ഓർത്തഡോക്സുകാർ ഇപ്രകാരം പറഞ്ഞു, അന്നത്തെ പീഡ വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ കോൺസ്റ്റന്റൈൻ വിശ്വാസത്തിലേക്ക് വന്നില്ല എങ്കിൽ സഭയ്ക്ക് പോലും നിലനിൽപ്പാൻ കഴിയത്തില്ല എന്ന്. ഞാനത് ഹിസ്റ്റോറിയൻസിനും തിയോളജിയൻസിനും വിടുന്നു, എൻ്റെ വിഷയം അതല്ല. പകരം സ്തോത്രം അതേ മനസ്സിലാക്കണമേ, ഏത് ഡയോക്ലേഷ്യസ് ചക്രവർത്തിയാണോ ബൈബിളിൽ സ്തോത്രം അതേ ചുട്ടുകളയണമെന്ന് പറഞ്ഞത്, 10 വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്തോത്രം കോൺസ്റ്റന്റൈൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അതേ സിംഹാസനത്തിൽ ഇരുന്ന്, അതേ കൊട്ടാരത്തിൽ നിന്ന്, അതേ രാജധാനിയിൽ നിന്ന് മറ്റൊരു കൽപ്പന പുറപ്പെടുവിച്ചു. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം എത്രയും വേഗം പ്രസന്റ് ചെയ്താതെ. ഒരു രാജാവ് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ചൂട്ടുകളാ. 10 വർഷം കഴിഞ്ഞപ്പോൾ അതേ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ കൊണ്ടുവാ, ഞാൻ നല്ല പ്രതിഫലം തരാം. 24 മണിക്കൂറിനകത്ത്. അന്ന് ഇതുപോലെ സ്തോത്രം വാഹനമില്ല, മോട്ടോർ കാറുകളില്ല, കഴുതപ്പുറത്തോ നടന്നോക്കിയാണ് ജനം വരുന്നത്. കുതിര വേണമെങ്കിൽ മിക്കവാറും സ്തോത്രം അതേ ഭടന്മാരായിരിക്കണമല്ലോ. സാമാന്യ ജനം വരുന്നത് കഴുതപ്പുറത്തോ നടന്നുമാണ്. 24 മണിക്കൂറായപ്പോൾ അതെ 50 ബൈബിൾ സ്തോത്രം കോൺസ്റ്റന്റൈന് മുൻപിൽ പ്രസന്റ് ചെയ്യപ്പെട്ടു. 50 ബൈബിൾ സ്തോത്രം. ഡയോക്ലേഷ്യൻ തോറ്റു, ദൈവവചനം ജയിച്ചു. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവവചനം അലമാരയിലല്ല, ദൈവവചനം മേശപ്പുറത്തല്ല, ദൈവവചനം വെള്ളിയാഴ്ചകളിലും കറുത്തവാവ് ദിവസങ്ങളും നിന്റെ തലയിണയുടെ കീഴിലല്ല. പകരം ദൈവവചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. സ്തോത്രം. കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പുസ്തകം ഡാവിഞ്ചി കോഡല്ല, ഏറ്റവും ഡിമാൻഡുള്ള പുസ്തകം മറ്റെന്തോ പരിപാടിയല്ല. പകരം സ്തോത്രം കേൾക്ക്, 3312 ഭാഷകളാണ് ഭാഗികമായിട്ട് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ഉറങ്ങിയിരിക്കുന്ന അണ്ണൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 3312 3312 ഭാഷകളിൽ വേദപുസ്തകം ഭാഗികമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. 1521 ഭാഷകളിൽ മുഴുവൻ പുതിയ നിയമവും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. 670 ഭാഷകളിൽ മുഴുവൻ ബൈബിളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. എൻ്റെ കൂടെ നിങ്ങൾ നോർത്ത് ഇന്ത്യ വരികയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസവും പേഴ്സണാലിറ്റിയും ഉള്ളവർ PhD കോർ കുഗ്രാമങ്ങളിൽ 43 ഡിഗ്രി 44 ഡിഗ്രി ചൂടുള്ളതായ കുഗ്രാമങ്ങളിൽ ഇരുന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ ജീസസ് നെയിം. ഇന്നും വേദപുസ്തകം നദിയായല്ല ഒഴുകുന്നത്, ലാവാപ്രവാഹമായി കുതിക്കുന്നു. ലാവാപ്രവാഹമായി കുതിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജനീവയിൽ ഇരുന്ന ഒരു മന്ദബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം 50 കൊല്ലം കഴിക്കുമ്പോൾ ഇതാരും കൈകൊണ്ട് തൊടത്തില്ല. 17-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വേദപുസ്തകത്തിന് നൽകിയ ആയുസ് 50 വർഷമായിരുന്നു. പക്ഷേ ആ 50 വർഷം കാണാൻ വോൾട്ടയറിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് വോൾട്ടയർ മരിച്ചു. വോൾട്ടയറിന് അവസാനമായി ഹോസ്പിറ്റലിൽ അസിസ്റ്റ് ചെയ്തതായ ഒരു നേഴ്സ് വിശ്വാസിയായിരുന്നു. അവരിപ്രകാരം പറഞ്ഞു, ദൈവമില്ലാത്തവൻ്റെ അന്ത്യം ഉണ്ടല്ലോ ഭയാനകമാണ്. ദൈവമില്ലാത്തവൻ്റെ അന്ത്യം ഉണ്ടല്ലോ ഭയാനകമാണ്. കാരണം മരണം അടുത്തു വന്നപ്പോൾ കത്തുന്നേ ചൂട് കൂടുന്നേ ഫാനിൻ്റെ സ്പീഡ് കൂട്ട്, ഞാനതാ തീയിലേക്ക് വീഴുന്നേ. ജീവനോടെ ഇരുന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പൊലമ്പിയേ, ജീവനോടെ ഇരുന്നപ്പോൾ എന്തൊക്കെയോ ഞാൻ പൊലമ്പി തെറ്റുപറ്റിയേ എന്ന് പറഞ്ഞ് വോൾട്ടയർ നിലവിളിച്ച് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 50 വർഷമാണ് അദ്ദേഹം ബൈബിളിന് കൊടുത്ത ആയുസ്. വോൾട്ടയർ പറഞ്ഞ് 50 വർഷം കഴിയുമ്പോൾ ആരും ഈ ബൈബിൾ കൈകൊണ്ട് തൊടത്തില്ല. എന്നാൽ 50 വർഷമാകുന്നതിന് മുമ്പ് ഏത് പ്രസ്സാണോ ദൈവവചനത്തിന് എതിരെ മാനുസ്ക്രിപ്റ്റുകൾ, ദൈവവചനത്തിന് എതിരെ ലിഖിതങ്ങൾ എഴുതാൻ വോൾട്ടയർ ഉപയോഗിച്ചത്, ആ വീടും ആ പ്രസ്സും ജനീവ ബൈബിൾ സൊസൈറ്റി വിലക്ക് മേടിച്ചു. ഏത് പ്രസ്സിൽ നിന്നാണോ ദൈവവചനത്തിന് എതിരെ അതേ പ്രിന്റഡ് കോപ്പീസ് പുറത്തു വന്നത്, അതേ പ്രസ്സിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം സ്തോത്രം അതേ അവർ പ്രിന്റ് ചെയ്ത് പുറത്തിറക്കി.
നീൽ ആംസ്ട്രോങ് എഡ്വിൻ ഓൾഡ്രിൻ അതേ ചന്ദ്രനിലേക്ക് കയറി ചെന്നപ്പോൾ ആദ്യം അവർ കൊടുത്തതായ സ്തോത്രം, അതേ ആദ്യം അവർ കൊടുത്തതായ സന്ദേശം എന്താണെന്നറിയോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്, നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രനിൽ നിന്ന് വന്ന സന്ദേശമേ ഞങ്ങൾക്കിവിടെ സുഖമാണ്, നിങ്ങൾക്കും അപ്രകാരമെന്ന് വിശ്വസിച്ചുകൊണ്ട് കത്തി ചുരുക്കുന്നു എന്നല്ല. എഡ്വിൻ ഓൾഡ്രിൻ, നീൽ ആംസ്ട്രോങ് സ്തോത്രം ചന്ദ്രനിൽ നിന്ന് ആദ്യം കൊടുത്തതായ സ്തോത്രം സന്ദേശം ഇതാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിനെ വാക്ക് പിടിക്കുന്ന ആദ്യത്തെ സന്ദേശം. വിഗ്രഹാശത്തിൽ നിന്ന് വന്ന സ്തോത്രം ആദ്യത്തെ സന്ദേശം ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിന് തുല്യം വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് കവറിലിട്ട് നടക്കൽ മക്കളെ, ഇത് കവറിലിട്ട് കൊണ്ടുവരില്ല. ഇന്നത്തോടെ ഇതിൻ്റെ കവർ പൊളിക്കണം. ഇതൊരു നാണക്കേടാണ്. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഇതൊരു നാണക്കേടാണ്. അതുകൊണ്ട് ഞായറാഴ്ച പാളയം മാർക്കറ്റിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അയൽവാസികളും ബന്ധുക്കളുടെ നടുവിൽ വന്ന് ഇത് കവറിലിടല്ലേ, നിൻ്റെ ലൈഫ് കവറിലായി പോകും. അതുകൊണ്ട് ഇത് തല ഉയർത്തി, ഈ പുസ്തകം ഉയർത്തി നടക്കണം. ഞാൻ പറയട്ടെ, ഈ ബുക്ക് ഉയർത്തിയവനെ ദൈവം ഉയർത്തി. ഈ ബുക്ക് ഉയർത്തിയവനെ ദൈവം ഉയർത്തി. ഈ പുസ്തകത്തിൻ്റെ കർത്താവിനെ മാനിച്ചവനെ ദൈവം മാനിച്ചു. ശബ്ദം ഉയർത്തി പറഞ്ഞോട്ടെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഒരിക്കൽ കൂടെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതേ നീർവാതിൽ, സ്തോത്രം, ഫൗണ്ടൻ ഗേറ്റ്, ഐ മീൻ നീർവാതിൽ, വാട്ടർ ഗേറ്റ്, ഫൗണ്ടൻ, ഐ മീൻ വാട്ടർ ഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവവചനമാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം, അതേ നീർവാതിൽ ദൈവവചനമാണ്. പറഞ്ഞേ, നീർവാതിൽ ദൈവത്തിൻ്റെ വചനമാണ്. ഹേ വചനമേ, നിനക്കെന്താ ഇത്രയും പ്രാധാന്യമുള്ളത്? ഹേ വചനമേ, വചനമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഇത്രയും ആവേശമുള്ളത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനം വേഷത്തിൽ മനുഷ്യനായി ഒരിക്കൽ കൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാരണം നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് വചനം നിന്നെ തേടി ഇങ്ങോട്ട് കടന്നു വന്നു. വചനം ബേത്ലഹേമിൽ ജ്വലിച്ചപ്പോൾ സ്വർഗത്തിന്റെ സൈന്യം പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. പറ, യെസ് യെസ് യെസ്, ഒരിക്കൽ കൂടെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. യെസ്, വചനം ജനിച്ചപ്പോൾ സ്വർഗത്തിന്റെ സൈന്യത്തിന് BP രോഗിയെ പോലും ഉണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. വചനം ജനിച്ചപ്പോൾ ദൂതന്മാർ ചലിച്ചു. വചനം, സ്തോത്രം, ഈജിപ്തിൽ നിന്ന് വന്നു. വചനം ജനിച്ചത് ബേത്ലഹേമിൽ, വചനം വളർന്നത് സ്തോത്രം നസ്രയത്തിൽ. അതേ വചനം, സ്തോത്രം, യോർദാനിൽ സ്നാനപ്പെട്ടു. വചനം മരുഭൂമിയിൽ ഉപവസിച്ച്, വചനം ഗലീല മുതൽ പ്രസംഗിച്ച്, വചനം യെരിഹോവിനെ സന്ദർശിച്ച്, വചനം യെരൂശലേമിൽ എത്തി. വിൽക്കുന്നവനെയും കൊള്ളുന്നവനെയും ബിസിനസ്സുകാരന്റെ ദേവാലയത്തിൽ നിന്ന് വചനം പുറത്താക്കി. ഓ ലോർഡ്, കേരളത്തിൽ ചലിക്കണമേ, കേരളത്തിൽ ചലിക്കണമേ, കേരളത്തിൽ ചലിക്കണമേ. വചനം യെരൂശലേമിൽ മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. ഓ, വചനത്തെ തടുക്കുവാൻ രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല. വചനത്തെ തടുക്കുവാൻ റോമൻ ഇമ്പീരിയൽ മുദ്രയ്ക്ക് കഴിഞ്ഞില്ല. വചനത്തെ തടുക്കുവാൻ ദുർഭൂതങ്ങൾക്കും സാക്ഷാൽ ലൂസിഫറിനും കഴിഞ്ഞില്ല. വചനം ഉയർത്തെഴുന്നേറ്റു. Come on, വിശ്വസിക്കുന്നവർ Come on, ആ വചനം മുന്നേറട്ടെ. ഈ പട്ടണത്തിന്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് വചനം നിറയട്ടെ. നിങ്ങളോ യെരൂശലേം മുഴുവൻ വചനം കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, കമാൻ, ഏത് പട്ടണത്തിൽ നിന്നാണോ ഇന്ന് പകൽ നിങ്ങൾ ആരാധിക്കുന്നത്, ആ ഓൺലൈൻ ആയിരിക്കുന്നവർ വിളിച്ചു പറ, എന്റെ സിറ്റിയിൽ വചനം നിറയട്ടെ. എന്റെ സിറ്റിയിൽ ഫിസിക്സും കെമിസ്ട്രിയും ITയും ബയോളജി അല്ല, പകരം ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. വചനം നിറയട്ടെ. വചനം സ്വർഗാരോഹണം ചെയ്തു. വചനം പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് നിനക്ക് വേണ്ടി ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂത്തോക്കി പറ, യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വചനം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
One of these days വചനം ഒരു മലയുടെ മുകളിൽ നിൽക്കും. അതിനു മുമ്പ് അവൻ നിന്നെ ചെറുപ്പാൻ കടന്നു വരാം. അർത്ഥം ദൈവവചനം കർത്താവായ യേശുവാണ്. അതേ ദൈവവചനം കർത്താവായ യേശുവാണ്. ഒരു പോലീസുകാരന്റെ മുമ്പിലിരുന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ മന്ദബുദ്ധി വചനത്തിന്റെ മുമ്പിൽ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നത്? ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിലിരുന്ന് നിനക്ക് ഉഴപ്പാൻ പറ്റില്ല. ഒരു ടീച്ചറിന്റെ മുമ്പിലിരുന്ന് നിന്റെ ഫോണിനെ നിനക്ക് ചൊറിയാൻ പറ്റത്തില്ല. നിർത്തിക്കോ കപട ഭക്തനെ. വചനത്തിന്റെ മുൻപിൽ എങ്ങനെയാ നിനക്ക് ഉഴപ്പാൻ പറ്റുന്നത്? സ്തോത്രം. കാരണം വചനം അഭിപ്രായമല്ല, വചനം സാധാ പുസ്തകമല്ല. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു, അവൻ ദാവീദിന്റെ മുള, ശാരോനിലെ പരിനീർ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ, ദൈവത്തിന്റെ കുഞ്ഞാട്, 10,000 അതിസുന്ദരൻ. അവൻ നിന്റെ ആൽഫ, അവൻ നിന്റെ ഒമേഗ, അവൻ വീണ്ടും വരുന്നവൻ. ഓ, അവനാണ് ദൈവത്തിന്റെ വചനം. Come on. അല്പനേരം ആരാധിക്കുക. അല്പനേരം വചനത്തിന് നന്ദി പറ. Yes. ശബ്ദം ഉയർത്തി മക്കളെ. Come on, worship the Lord. ആ ഓൺലൈൻ ആയിരിക്കുന്നവർ അന്യഭാഷകളിൽ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. Something is happening. നിങ്ങളുടെ ശബ്ദങ്ങൾ മാറട്ടെ. വചന വെളിപ്പാടിന്റെ പുതപ്പ് വീഴട്ടെ. പുതിയ ഗാനങ്ങൾ ലഭിക്കട്ടെ. Yes, fill your people. വചനം പറയേണ്ട കൃപ, വചനം പാടേണ്ട കൃപ ഈ ജനത്തിന്മേൽ വ്യാപരിക്കപ്പെടട്ടെ. കാര്യങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. വചനം 12 കാര്യം നിന്റെ ലൈഫിൽ ചെയ്യുന്നു. വചനം 12 കാര്യം നിങ്ങൾക്കായി ചെയ്യുന്നു. എല്ലാം പറയാൻ നേരമില്ല. വചനം 12 കാര്യം ചെയ്യുന്നു. നീ പറയുക, അടുത്ത കാലത്താണ് ഞാൻ സ്നാനപ്പെട്ടത്, ഈ അടുത്ത കാലത്താണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. സ്പിരിച്വലി നീ ഒരു ബേബി ആയിരിക്കാം. മറ്റൊരു വിഭാഗത്തിൽ, മറ്റൊരു തറവാടിൽ, മറ്റൊരു സമുദായത്തിൽ നീ ജനിച്ചു വളർത്തപ്പെട്ടിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, വചനം പാലാണ്. എല്ലാ ബേബിമാരെ വളർത്തും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിനക്ക് പോലും അത്ഭുതം, നീ പോലും അത്ഭുതം കൂറുമാർ നീ വളരുവാൻ പോകുന്നു. ആമേൻ. സന്തോഷമുള്ളവർ 2 കരങ്ങൾ മാർവോട് ചേർത്ത് വെച്ച് സ്വർഗത്തിലേക്ക് നോക്കി പറ, വളർത്തും കർത്താവേ. കാരണം വചനം പറയുന്നു, വചനം പാലാണ്. 1 Petrus 2:2 വചനം പാലാണ്. അവൻ നിന്നെ വളർത്തുവാൻ വിളിച്ചിരിക്കുന്നു. നിന്നെ പൊളിക്കുവാനല്ല, നിന്നെ തളർത്തുവാനല്ല, നിന്നെ നാണം കെടുത്താനല്ല, നിന്നെ ലജ്ജിപ്പിക്കാനല്ല, നിന്നെ വളർത്തുവാൻ. സ്തോത്രം. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം അപ്പമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഓ, തുപ്പ് ബിരിയാണി കൊണ്ടല്ല. ഓ, കമാൺ. ഉറങ്ങിയ ചേച്ചി കണ്ണു തുറന്നു. കുക്ക് ചെയ്യാത്ത ആരൊക്കെ എന്നെ കേൾക്കുന്നു. അവിടെ നിന്ന് വാങ്ങി തിന്നുന്നു, അപ്പുറത്തെ ആശുപത്രി നീ പോകുന്നു. ഇവിടെ നിന്ന് തിന്നുന്നു, അപ്പുറത്തെ ആശുപത്രി പോകുന്നു. രണ്ടും ഒരു മാനേജ്മെന്റാണ് നടത്തുന്നത്. ഇപ്പുറത്തെ ഹോട്ടലും അപ്പുറത്തെ ഹോസ്പിറ്റലും ഒരേ മാനേജ്മെന്റ് കീഴിലാണ് നടക്കുന്നത്. കമാൺ, ആ ബിസിനസ് പൂട്ടട്ടെ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ആവർത്തനം 8:3, മത്തായി 4:4, ലൂക്കോസ് 4:3-4. നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. വചനമെന്ന അപ്പം കൊണ്ട് ദൈവകൃപയാൽ നീ വളരുവാൻ പോകുന്നു. ലൈഫ് നിനക്ക് നൽകിയ ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കാം. ലൈഫ് നിനക്ക് നൽകിയ വലിയ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ സങ്കീർത്തനം 19 അത് തേനിനേക്കാൾ
തേൻ കട്ടയേക്കാൾ മധുരമുള്ളതാണ് വചനം. എല്ലാ ബിറ്റർനെസിന്റെ കെട്ട്, എല്ലാ കയ്പ് കാടിയുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. പൊട്ടിക്കരഞ്ഞവരെല്ലാം തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന ദിവസങ്ങൾ, പൊട്ടിക്കരഞ്ഞവർ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന ദിവസങ്ങൾ, നിലവിളിച്ചവർ നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങൾ കടന്നു വരുന്നു. കാണാം, വചനം പറയുന്നു, സന്ധ്യയിൽ കരച്ചിൽ വന്ന രാപാർക്കും, എന്നാൽ നിനക്കൊരു ഉഷസ്സുണ്ട്. നിന്റെ നീതി സൂര്യൻ നിനക്കായി ഉദിക്കുന്ന ഒരു ഉഷസ്സുണ്ട്. ഓ റബാ ഷാദുലിനി ഹംസേനി ഹംദലോ ഖോസോ. വചനം മാംസമാണ്, കട്ടിയായ ആഹാരമാണ് വചനം. മേച്ചുവറായി പക്വതയിൽ നീ വളര്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ വളരുകയാണ്. സ്തോത്രം, ഞാൻ വളരുകയാണ്. ക്രൈസ്റ്റ് മെച്യൂരിറ്റിയിൽ വളരട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ഒരുത്തനെ കാണുമ്പോൾ വിവേചിക്കട്ടെ, അവൻ്റെ മനോഭാവം എന്താണ്, അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്. വാച്ച് മോട്ടിക്കുന്ന ആരാണ്, പുറത്ത് കിടക്കുന്ന ചപ്പൽ മോട്ടിക്കുന്ന ആരാണ്, ഫോൺ അടിച്ചു മാറ്റുന്നത് ആരാണ്, പൈസ മോട്ടിക്കുന്ന കള്ളൻ ആരാണ്, കള്ളി ആരാണ്. ദൈവം കാണുന്നത് പോലെ സകല കള്ളന്മാരെ കള്ളികളെ മോഷ്ടിപ്പാൻ ദൈവം കാണുന്നത് പോലെ, ദൈവം കാണുന്നത് പോലെ വ്യക്തികളെ കാണുവാൻ വിവേചനം വെളിപ്പെടട്ടെ. കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞേ. വചനം നിന്നെ പൊളിക്കാതെ നിന്നെ പണിയുന്നതാണ്. ഓ, രണ്ടുപേരെ തൊട്ട് പറയാ, ദൈവം നമ്മെ പണിയട്ടെ, ദൈവം നമ്മെ പണിയട്ടെ. ആലോചനകളിൽ പണിയട്ടെ, വെളിപ്പാടിൽ പണിയട്ടെ. ഓ, ഇൻ ജീസസ് നെയിം. കൃപാവരങ്ങളിൽ പണിയട്ടെ, ആത്മീയ ശുശ്രൂഷകളിൽ പണിയട്ടെ. നീ കത്തോലിക്ക എന്ന് വന്നോ, ഓർത്തഡോക്സ് എന്ന് വന്നോ, നീ മർത്തോമയിൽ നിന്ന് വന്നോ, CSC എന്ന് വന്നോ, വേറെ എന്തിൽ നിന്ന് വന്നോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്നെ പണിവാനാണ്. കാരണം യിരെമ്യാവ് പറയുന്നു, എൻ്റെ വചനം, ദൈവവചനം, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഓ, ചുറ്റികയാണ്. വചനം നിന്നെ പണിയുമാറാകട്ടെ. ഇൻ ജീസസ് നെയിം. ദൈവത്തിൽ നിന്നല്ലാത്ത സകലതിനെ എരിക്കുന്ന തീയാണ് ദൈവത്തിന്റെ വചനം. ഒരിക്കൽ കൂടെ ഏതാണ്ട് എരിഞ്ഞു പോകുകയാണ്, ഏതാണ്ട് ഇന്ന് പകൽ എരിഞ്ഞു പോകുകയാണ്. രോഗത്തോടെ വന്നവർ ഇന്ന് പകൽ ഗെറ്റ് റെഡി. എല്ലാ ക്യാൻസറും എരിഞ്ഞു മാറട്ടെ, എല്ലാ ട്യൂമറും എരിഞ്ഞു പോകട്ടെ, എല്ലാ അൾസറും എരിഞ്ഞു പോകട്ടെ, എല്ലാ മൈഗ്രെയിൻ തലവേദനകൾ വിട്ടുപോകട്ടെ. യെസ്, എല്ലാ സ്ട്രോക്കുകൾ അതിന്റെ സൈഡ് എഫക്റ്റുകൾ മാറിപ്പോകട്ടെ. കരങ്ങൾ കടിച്ച് ജനം ദൈവത്തെ ആരാധിച്ചേ. വചനം തീയാണ്, വചനം തീയാണ്. ദൈവഹിതമില്ലാത്ത സകലതും തീയാകുന്ന ദൈവവചനം ഈ എരിച്ചു കളയുമാറാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വചനം വാളാണ്. എബ്രായർ 4:12. വചനം വാളാണ്, വചനം വാളാണ്. സാത്താൻ എന്നെ വെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാണ്. സാത്താൻ എന്നെ വെട്ടണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സാത്താനെ ഞാൻ വെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാണ്. എനിക്ക് സാത്താനെ വെട്ടണമെന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാണ്. യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞാടെ. TV-യിൽ കേട്ടു, വാട്സപ്പിൽ കണ്ടു, ഫേസ്ബുക്കിൽ അറിഞ്ഞു, ഇതല്ല നീ പറയേണ്ടത്. നീ പറയേണ്ടത് ദ വേർഡ് ഗോഡ് സേസ്. ദൈവവചനം പറയുന്നു, ദൈവവചനം പറയുന്നു, കർത്താവിൻ്റെ വചനം പറയുന്നു. വക്കീല് പറഞ്ഞു, സാറ് പറഞ്ഞു, മാഡം പറഞ്ഞു, ആശുപത്രി പറഞ്ഞു. മനുഷ്യർ പറയുന്നതല്ല നീ പറയേണ്ടത്. വാതാറ്റമുള്ള മനുഷ്യനും രാവിലെ ഒന്ന് പറയും, വൈകിട്ട് മറ്റൊന്ന് മാറ്റി പറയും. മനുഷ്യൻ കാല് മാറും. ഒരിക്കൽ കൂടെ, മനുഷ്യൻ കാല് മാറും, വാക്ക് മാറും. എന്നാൽ പർവ്വതങ്ങൾ മാറും, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ മാറുകയില്ല.